വയറൊക്കെ വെച്ചു ഗൈസ്. അച്ഛന് വയറ് വെച്ചെന്ന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ടേസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാട്ട ഈറ്റിംഗ് ഡേ ആണ് കേട്ടോ. ഇപ്പൊ ആദ്യമേ ഞാൻ തുടക്കത്തിലേ ഞാൻ പറയാം, എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഞാനിപ്പോ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ഹെൽത്തി ഫോളോയിങ് അല്ല. കാരണം എനിക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് എന്റെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഓൾറെഡി നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അത് കണ്ടവർക്ക് മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെടുന്ന കണക്കാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ചായയും ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചുകൂടെ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചായയും ദോശയും പിന്നെ അമ്മയുടെ മീൻകറി ഉണ്ട്, അപ്പം രാവിലെ കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാം. ഗൈസ്, എന്റെ നീനു ബേബി ഓൾറെഡി ഒരു ദോശ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കഴിക്കാതിരുന്നപ്പോ വന്നിരിക്കുവാണ്. 2 ദോശയും കുറച്ച് മീൻകറിയും പിന്നെ ചായ. അപ്പൊ ചിലര് ചോദിക്കും, അയ്യോ മീൻകറിയുടെ കൂടെ എങ്ങനെയാ ചായ കുടിക്കുന്നതെന്ന്. എനിക്കിഷ്ടം. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഞാനൊരു ഇച്ചിരി ദോശ കഴിക്കും, എന്നിട്ട് ചായ കുടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. രാവിലെ ഞാൻ വെള്ളം പോലും കുടിച്ചില്ല. അയ്യോ ചായ കുടിക്കില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 31-ാം തീയതിയാണ്, അതായത് നമ്മുടെ വർഷം അവസാനിക്കുന്ന വേളയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കൊല്ലത്തോട്ട് പോകും കേട്ടോ. ചേട്ടൻ വന്നല്ലോ, തന്നനിക്കാൻ വന്നല്ലോ, തന്നനിക്കാൻ വന്നല്ലോ. അല്ല, നമുക്ക് പുഷ്പേല പാട്ട് എന്തായിരുന്നു? ഫീലിങ് വന്നല്ലോ വന്നല്ലോ ഫീലിങ് വന്നല്ലോ. ഗൈസ്, ഞാൻ ദോശ കഴിച്ചങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏത്തപ്പഴം ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഏത്തപ്പഴം കഴിക്കാന്ന് വിചാരിച്ചു. ഏത്തപ്പഴം കഴിക്കാൻ തോന്നി, അപ്പൊ ഞാൻ ഏത്തപ്പഴോടെ കഴിക്കുവാണ് കേട്ടോ. ഗൈസ്, ഞാൻ പോയി റെഡി ആവുകയാണ്. കാരണം ഇപ്പോഴെങ്കിലും ഏട്ട ഇടയ്ക്കിടയ്ക്ക് പറയും, ഇപ്പോഴെങ്കിലും റെഡി ആയാല് ഇനി വൈകുന്നേരമെങ്കിലും റെഡിയായി ഇറങ്ങുവോളം. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് റെഡി ആവണം. റെഡി ആവാൻ നിൽക്കുമ്പോഴത്തേക്കും അങ്ങ് ക്ഷീണമാണ്. അതുകൊണ്ട് ഞാൻ പോയി റെഡി ആവാൻ പോവുക. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുന്നേ. അപ്പൊ ഗൈസ്, നമ്മൾ കൊല്ലത്തോട്ട് പോകാൻ റെഡിയായി. ഫൈനലി ഞാൻ പോവാന്ന് തന്നെ തീരുമാനിച്ച കേട്ടോ. ഇത് നമ്മൾ മറ്റേ രാമചന്ദ്രൻ എടുത്ത ടോപ്പാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീനു ബേബി ഒരുങ്ങി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിക്കണം. കൊല്ലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇന്ന് നമ്മള് ചിക്കൻ വറുക്കലും പൊരിക്കലും ഒന്നും ഇല്ല കേട്ടോ. എല്ലാം അമ്മമാരെയും അച്ഛന്മാരെയും പണികളാണ്. അവരെല്ലാം ബിരിയാണിയും ബീഫും ചിക്കനും ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെല്ലുക, തിന്നുക, ഉറങ്ങുക. അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കാം. എനിക്ക് അബദ്ധം പറ്റി, ഇവക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തു. ഇനി ഡ്രസ്സിന് കൂടി മാറ്റിയിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റും. ഓൾറെഡി മോള് ഡ്രസ്സൊക്കെ ഇട്ടതാണ് കേട്ടോ. പക്ഷെ ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് അവളെ കയ്യിലും കാലിലും ഒക്കെ ആക്കുന്നോണ്ട് റെഡിയായി ഇരുന്നതാ. ഞാൻ പിന്നെ ഡ്രസ്സ് മാറ്റി കൊടുത്ത്. കഴിക്കാൻ മീൻകറി, പുളിശ്ശേരി, ചോറ്, അച്ചാറ്, മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മീൻ വറുത്തൊന്നും എടുത്തില്ല. അത് കണക്കൊരു മീൻകറിയുടെ കഷ്ണമൊന്നും എടുത്തില്ല. മീൻകറി മാത്രമേ എടുത്തോളൂ, എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗായ്സ്, നേരെ കൊല്ലത്തോട്ട് പോകാൻ പോകണം കേട്ടോ. നീനുമ്മ അവിടെ ഒരുങ്ങി കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അച്ഛതാണ്ട് ഇവിടെ കാറിനകത്ത് കയറാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നേരെ കൊല്ലത്തോട്ട് പോകാം. ഞാൻ അവിടെ നിന്നാണ് അച്ഛൻ്റെ ബാക്കിയുള്ള ഫുഡിങ്. ഞാൻ ഫുഡൊന്നും കഴിക്കത്തില്ല, ഞാൻ ഡയറ്റാണ്. പിന്നെ ഒരു പറ ചോറും കറിയും തിന്നിട്ടാണ് കഴിച്ചിരിക്കുന്നത്. ഒരു പറ ചോറും അല്ല ഗായ്സ്, ഞാൻ കുറച്ച് 2 തവി ചോറ് മാത്രമേ കഴിച്ചോളൂ. ഇനി ഇച്ചിരി മീൻകറി. അപ്പൊ വയറ് വെച്ച് ഗായ്സ്. വാവ എവിടെ? വാവ ജനല് തുറന്നില്ല. അമ്മയുടെ വാവ എവിടെ? അമ്മയുടെ വാവ കാണിച്ചു തരും. വാവ ഇപ്പൊ കാണിച്ചു കൊടുക്കും. അവള് തുറന്നൊക്കെ ഇട്ടേക്കുന്നോണ്ട് ആ ഒരു ഓടിപ്പോന്നു അവള്. വേറെ നീനുമ വാവ എവിടെ? വാവ അമ്മയുടെ വാവ എവിടെ? വീഴും. അമ്മയുടെ വാവ എവിടെ? അതുകൊണ്ട് അമ്മയുടെ വാവയെ തൊടുന്ന് ഉമ്മ എന്താണ് അമ്മയുടെ വാവയ്ക്ക്? അമ്മയുടെ വാവയ്ക്ക് ഉമ്മ എടുത്ത് ബ്ലാക്ക് കിടക്കുന്നു. ബ്ലാക്ക് കണ്ട് ബ്ലാക്ക് പേടിച്ച് കിടക്കുവാണ്. ഉമ്മ കൊണ്ടുവന്ന് ഉടുപ്പാണ് കേട്ടാ. അതെ, അമ്മ വണ്ണം കൂടി പോയി പുറത്തുനിന്നുണ്ടോന്ന് ഉടുപ്പാ. കൊള്ളാം, പക്ഷെ നല്ല രസമുണ്ട്. സ്കൂളിൽ പോകാൻ നിൽക്കുന്ന അമ്മ വലിയൊരു ലഗേജ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അമ്മയാണ് സത്യത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ തിരിച്ച് ഗൾഫിൽ പോകുന്നതൊക്കെയാണ് നമ്മ പോകുന്നത്, ബാഗ് കൊണ്ട്. അച്ഛന്റെ ഗൈസ്, നമ്മള് കൊല്ലത്തെത്തി കേട്ടോ. ഇനിയിപ്പം നീനു താണ്ട് ഇത്ര നേരം ഉറക്കമായിരുന്നു, താണ്ട് എണീറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അതുകൊണ്ട് ജോലിയിൽ നിന്ന് ആന്റിയെ കൊണ്ട് ഞാൻ ആന്റിയെ ബുദ്ധിമുട്ടിച്ച്
ഇവിടുന്ന് ബിരിയാണിയൊക്കെ ഉണ്ട്. ഇന്നിവിടെ വൈകിട്ട് ബിരിയാണിയും ചിക്കൻ കറിയും. ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്. അപ്പുറത്ത് എന്തോ ആന്റി ബീഫോ. അപ്പൊ പഴം കഴിക്കുക. ആന്റി ഇവിടെ തണ്ണിമത്തം വെട്ടും. ഞാൻ പറഞ്ഞില്ലേ തണ്ണിമത്തം വെട്ടുവാണ് ആന്റി എന്ന്. അടുത്ത് തണ്ണിമത്തം വന്നു. അത് തണുത്ത് തണ്ണിമത്തം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് തണുപ്പിച്ച് കഴിക്കുന്നത്. ഇനിമയ്ക്ക് വേണോ തണുപ്പാ? ഇച്ചി കഴിച്ചോ. ഗൈസ്, ഇവളെന്നെ ചായ കുടിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ റീന ആന്റി ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചായ ഇട്ടെന്ന് എനിക്കും അമ്മയ്ക്കും. ഏട്ടൻ ചായ കുടിക്കത്തില്ല. ഇവിടെ ഒരുത്തി ചായ ചൂടോടെ അണ്ണാക്കിലോട്ട് കമത്താനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഇനി എന്താ പരിപാടി? ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇവിടെ അച്ചു ഒന്നുമില്ല, നമ്മൾ ഇവിടെ പോസ്റ്റായി. നമ്മൾ കറങ്ങാൻ പോവാണ്. കറങ്ങാൻ പോകുന്ന വെച്ചാൽ ഇവിടെ കടപ്പാക്കട വരെ ജസ്റ്റ് ഒന്ന്. പിന്നെ അച്ഛന് ഷാർജ കുടിക്കണോ? അതെ, ഷാർജ കുടിക്കണ്ടേ? ഭയങ്കര തിരക്കായിരിക്കും അവിടെ. ഭയങ്കര തിരക്കാട്ടോ. 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഷാർജ കിട്ടുന്ന കടയാണ്. പണ്ട് തൊട്ടേ ഉള്ള കടയാണ്. 20 രൂപയുടെ ഷാർജ കട. സാധാരണ ഇന്ന് ഭയങ്കര തിരക്കാ. ഇന്ന് പക്ഷെ തിരക്കൊന്നുമില്ല. ഇവിടെ നമ്മളോട് ശ്രീകുട്ടനുണ്ട് കേട്ടോ. ഹായ്. ഷാർജ കുടിച്ചിട്ടുള്ള കാര്യം. എത്ര വേണം? എനിക്ക് 20 വേണോ 10 വേണോ? 20 കുടിക്കാൻ ചേട്ടാ. 20 2 2 ഇത് 20 രൂപയാണോ? ഓക്കെ. 20 കൊണ്ട് അമ്മ കുടിക്കുന്നുണ്ട് ഷാർജ. എങ്ങനെയുണ്ട്? തരാൻ കുറേച്ചേ. ഫസ്റ്റ് ടൈം കടപ്പക്കടലാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ. തൊട്ടപ്പുറത്തല്ലാണ് ഞാൻ പഠിച്ചത്. ഇനി വല്ല വേണോ? ഇനി എന്തെങ്കിലും വേണോ? വേഫർ വേണോ? വേണോ? ചെറുത് മതി എനിക്ക്. നിനക്ക് വേഫർ വേണോ? ശ്രീകോട്ടനപ്പോ വേഫർ വേണം. ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഞാൻ തണുപ്പുള്ള സാധനങ്ങൾ ഞാൻ നിരോധിച്ചു. കാരണം ഉച്ചയ്ക്കൊരു വാട്ടർ മെല്ലൻ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് തൊണ്ട തന്നെ തുടങ്ങി. സോ ഇനി തണുപ്പുള്ളതില്ല. ഞാൻ ഇനി കഴിക്കത്തില്ല. ഗൈസ്, ഇതാണ് അച്ചു കഴിക്കണമെന്ന് വേഫർ. ഇതല്ല പറഞ്ഞത് ഗൈസ്, ഞാൻ ഫുള്ളാണ് പറഞ്ഞത്. ഏട്ടൻ പോയി ക്വാർട്ടറാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഇനി ഗൈസ് നമുക്കൊരു അബദ്ധം പറ്റി. ഇതാണ് സാധനം. പക്ഷെ ഇത് 170 രൂപയാണ് കേട്ടാ. 170 ആണോ? 10 രൂപയുടെ കൂട്ടി. അപ്പോഴേ ഇങ്ങനെ വേഫർ മേടിക്കാൻ പുതിയതായിട്ട് ആരെങ്കിലും പോണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് മേടിക്കുന്നത് നഷ്ടമാണ് ഏട്ടാ. നമുക്ക് 300 രൂപയ്ക്ക് ഫുള്ള് കിട്ടും. ഫുള്ള് ന്യൂട്ടല്ലാണ്. അതെ, ന്യൂട്ടല്ലാണ് മൊത്തത്തില്. നീ കഴിച്ചിട്ടുണ്ടോ അത് മുമ്പേ? ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ടായിരുന്നു. ഓക്കെ. ട്രിപ്പിൾ ചോക്ലേറ്റ് 3 വേഫറിന്റെ അകത്ത് ചോക്ലേറ്റ് വെച്ചേക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങാണ്ട് കൊള്ളല്ലേ? ചോക്ലേറ്റിന്റെ അറാട്ടാണ്. ന്യൂട്ടല്ലയുടെ നമ്മൾ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും പ്രിങ്കിൾസ് വാങ്ങിച്ചു കേട്ടോ. പ്രിങ്കിൾസ് ഞാൻ ഇതിനു മുമ്പേ കഴിച്ചത് അച്ഛൻ കൊണ്ടുവന്നപ്പോഴാണ്. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു പുളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പുളിയൊന്നുമില്ല, ഉപ്പ് മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ന്യൂ ഇയറിന്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുവാണ് കേട്ടോ. കപ്പയും മീൻകറിയാണ് അച്ഛ കഴിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അത് കപ്പയും ബീഫാണെന്ന് തോന്നുന്നു. കപ്പയും ബീഫുമാണ് അച്ഛ കഴിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബിരിയാണിയും പൊറോട്ടയും ചിക്കനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കൂട്ടുകാരെല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം എടുക്കാൻ മറന്നുപോയി. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.